ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അടിസ്ഥാന സൌകര്യം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി മൌറീഷ്യസിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ദേശീയ പ്രാധാന്യമുള്ള പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായി പാർലമെന്റിനെ മാറ്റണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപീകരിക്കുന്നതിനുള്ള അർബൻ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. അമേരിക്കയുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് നിയുക്ത US സ്ഥാനപതി സെർജിയോ ഗോർ. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നും ആയുഷ് ഷെട്ടിയും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഈ മാസം 9 നടന്ന തെരഞ്ഞെടുപ്പിൽ 152 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് മഹാരാഷ്ട്ര ഗവർണറായിരുന്ന CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കെത്തുന്നത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജനിച്ച ശ്രീ രാധാകൃഷ്ണൻ വിദ്യാർത്ഥി നേതാവായാണ് രാഷ്ട്രീയത്തിലെത്തിയത്. RSS, ജനസംഘം സംഘടനകളിൽ സജീവമായിരുന്ന അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് 2 വട്ടം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഝാർഖണ്ഡ്, തെലങ്കാന, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഗവർണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ന്യൂഡൽഹിയിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഗ്യാൻ ഭാരതം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഗ്യാൻ ഭാരതം പോർട്ടലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കൈയെഴുത്ത് പ്രതി പൈതൃകത്തിലൂടെ ഇന്ത്യയുടെ വിജ്ഞാന പാരമ്പര്യം വീണ്ടെടുക്കൽ എന്ന വിഷയത്തിൽ ഇന്നലെയാണ് സമ്മേളനം ആരംഭിച്ചത്. 3 ദിവസത്തെ പരിപാടിയിൽ ഇന്ത്യയുടെ സമാനതകളില്ലാത്ത കൈയെഴുത്ത് പ്രതി സമ്പത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് അപൂർവ കൈയെഴുത്ത് പ്രതികളുടെ പ്രദർശനം, കൈയെഴുത്ത് പ്രതി സംരക്ഷണം സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയവ നടക്കുന്നുണ്ട്. മൌറീഷ്യസിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ, സമുദ്രശാസ്ത്രം, ഭരണ പരിശീലനം, ടെലിമെട്രി എന്നീ മേഖലകളിൽ ഇന്ത്യയും മൌറീഷ്യസും 4 കരാറുകളിൽ ഒപ്പുവച്ചു. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളുടെ ഭാഗമായി അവശ്യ വസ്തുക്കളെ GSTയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. പാൽ, പ്രീ പാക്കേജ് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, ബ്രാൻഡ് ചെയ്യാത്ത അരി, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളെ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനം ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് വലിയ ഊർജ്ജം പകരുമെന്നാണ് വിലയിരുത്തൽ. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളും പൊതുപ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന അർത്ഥവത്തായ സംവാദങ്ങൾക്കുള്ള വേദിയായി പാർലമെന്റിനെ മാറ്റണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ബംഗളൂരുവിൽ 11ാമത് കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ ഇന്ത്യ റീജിയണൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം സഭാംഗങ്ങൾ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി ജനപ്രതിനിധികളായി ചർച്ചകളിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. हम सबके लिए चिंता का विषय, चाहे विधानसभा हो, चाहे लोकसभा, राज्यसभा हो, कि सदन में चर्चा, संवाद, विधेयकों पे चर्चा, उसकी गरिमा गिरती जा रही है और गरिमा बनाने की सामूहिक जिम्मेदारी है. सभी राजनीतिक दलों की जिम्मेदारी है. चुन के आए सभी राजनीतिक दलों के जनप्रतिनिधियों की जिम्मेदारी है कि हम इन संस्थाओं के अंदर संसद या विधानसभा की गरिमा के अनुसार हर विषय पर चर्चा, संवाद के मंच बनाएं. ഇന്ന് ചട്ടമ്പി സ്വാമി ജയന്തി. ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥാനമായ കൊല്ലം പന്മന ആശ്രമത്തിൽ 172ാമത് ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപീകരിക്കുന്നതിനുള്ള 2 ദിവസത്തെ അർബൻ കോൺക്ലേവിന് ഇന്ന് തുടക്കമാകും. കൊച്ചിയിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നഗരനയ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള 10 മേഖലകളെ സംബന്ധിച്ച ചർച്ചകൾ കോൺക്ലേവിൽ നടക്കും. കേരള നിയമസഭ മുൻ സ്പീക്കറും മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന PP തങ്കച്ചന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് രാഷ്ട്രീയ കേരളം. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷം നെടുമ്പാശ്ശേരി ഷാബൂർ അഫ്രേദ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടക്കും.
വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെയായിരുന്നു അന്ത്യം. 86 വയസ്സായിരുന്നു. 1982 മുതൽ 1996 വരെ പെരുമ്പാവൂർ MLA ആയിരുന്ന അദ്ദേഹം 95-ൽ AK ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായി. 1991 മുതൽ 95 വരെ സ്പീക്കറായും പ്രവർത്തിച്ചു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത തുടരുന്നു. നിലവിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഈ മാസം 15-ന് തുടക്കമാകും. ഒക്ടോബർ 10 വരെ 12 ദിവസം സഭ സമ്മേളിക്കും. ആദ്യ ദിനം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, വാഴൂർ സോമൻ MLA എന്നിവർക്ക് അനുശോചനം അർപ്പിച്ച് സഭ പിരിയും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസുകളിലെ മാധ്യമ വിഭാഗം ഓഫീസർമാർക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധുവിന്റെയും വിവേക് ജോഷിയുടെയും സാന്നിധ്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തടയാൻ CEO ഓഫീസുകളുടെ ആശയവിനിമയ സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് ശില്പശാല ലക്ഷ്യമിടുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, സിക്കിം തുടങ്ങിയ ഇടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കും. പശ്ചിമബംഗാൾ, ഉൾനാടൻ കർണാടക, ജമ്മുകശ്മീർ, ലഡാക്ക്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. സിക്കിമിലെ ഗയാൽഷിംഗ് ജില്ലയിൽ ഇന്നലെ രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിൽ 4 പേർ മരിച്ചു. സംഭവത്തിൽ ഒരാളെ കാണാതായതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. മരിച്ചവരിൽ 3 പേർ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള വിദ്യാഭ്യാസ സഹകരണം പുതിയ തലങ്ങളിലേക്ക് മുന്നേറുകയാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IIM അഹമ്മദാബാദിന്റെ ദുബായ് ക്യാമ്പസ് ആരംഭിക്കുന്നതും UAEയിലെ ഇന്ത്യൻ സ്കൂളുകളുടെയും സർവകലാശാലകളുടെയും എണ്ണം വർദ്ധിക്കുന്നതും ഇതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം UAEയിൽ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ആഗോളതലത്തിലേക്ക് മുന്നേറാൻ സഹായിക്കുന്നതായി ശ്രീ പ്രധാൻ വ്യക്തമാക്കി. അമേരിക്കയുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് നിയുക്ത US അംബാസഡർ സെർജിയോ ഗോർ. ഇന്ത്യ USന്റെ തന്ത്രപരമായ പങ്കാളിയാണെന്നും ഇന്ത്യയുമായുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംയുക്ത സൈനികാഭ്യാസങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപ്പാദനം, പ്രതിരോധ കരാറുകൾ എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സെർജിയോ ഗോർ വ്യക്തമാക്കി. India's geographic position, economic growth, and military capabilities make it a cornerstone of regional stability and a critical part of promoting prosperity and advancing the security interests that our nations share. India is one of the most important relationships our nation has in the world. If confirmed as ambassador, I will work to deliver on the president's agenda and advance US interests by increasing our defense cooperation, ensuring fair and beneficial trade, deepening energy security, and furthering technology. ഹോങ്കോങ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും ലക്ഷ്യ സെന്നും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ജപ്പാന്റെ കൊറൈ നെരോക്കയെ പരാജയപ്പെടുത്തിയാണ് ആയുഷ് ഷെട്ടിയുടെ ക്വാർട്ടർ പ്രവേശം. അതേസമയം HS പ്രണോയെ വീഴ്ത്തിയായിരുന്നു ലക്ഷ്യ സെന്നിന്റെ മുന്നേറ്റം. ഇന്ന് നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ആയുഷ് ഷെട്ടിയും ലക്ഷ്യ സെന്നും തമ്മിൽ ഏറ്റുമുട്ടും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് B മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ ബംഗ്ലാദേശ് 7 വിക്കറ്റിന്റെ വിജയം നേടി. ഇന്ന് പാകിസ്ഥാൻ ഒമാനെ നേരിടും. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. ബ്രസീലിൽ സൈനിക അട്ടിമറിക്ക് ഗൂഢാലോചന നടത്തിയതിനും രാജ്യത്തിന്റെ ജനാധിപത്യം തകർക്കാൻ ശ്രമിച്ചതിനും മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയ്ക്ക് 27 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 2018-ൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബോൾസനാരോ 2022-ലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം ബലപ്രയോഗത്തിലൂടെ അധികാരത്തിൽ തുടരാൻ ശ്രമിച്ചെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അടിസ്ഥാന സൌകര്യം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി മൌറീഷ്യസിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ദേശീയ പ്രാധാന്യമുള്ള പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായി പാർലമെന്റിനെ മാറ്റണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപീകരിക്കുന്നതിനുള്ള അർബൻ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും.
അമേരിക്കയുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് നിയുക്ത US സ്ഥാനപതി സെർജിയോ ഗോർ. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നും ആയുഷ് ഷെട്ടിയും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.